ഹായ്, ആംസിൽ നിന്ന് മനോജാണ്. ഞാൻ നിൽക്കുന്നത് 3 BHK അപ്പാർട്ട്മെൻ്റ് ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത ഒരു വർക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്ലീസ് കം. ഇത് ലിവിംഗ് റൂമാണ്. ലിവിംഗ് റൂമിൽ നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന ഓരോ ഡീറ്റെയിലിംഗ് കാണിക്കാം. ഇതൊരു ബ്യൂട്ടിഫുൾ സോഫയാണ്. വാ, യെസ്, നൈസ്. അപ്പം ഇതൊരു ഗ്രീൻ ഫിനിഷ് ഫാബ്രിക്കാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഇത് ആക്ച്വലി വുഡാണ്, വുഡ് ബേസ്ഡ് ആണ്. ഇതിൻ്റെ ഫ്ലോറും ഇതുമായിട്ടൊരു മിനിമം 10 to 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പുണ്ട്. നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ അതുകൊണ്ട് നല്ല എളുപ്പമായിരിക്കും. ടീപ്പോയുടെ മുകളിലൊരു മാർബിൾ ഫിനിഷ് ടൈലാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ അതിൻ്റെ അടിയിലൊരു കാർപ്പറ്റും നമുക്ക് വുഡുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കാർപ്പറ്റ് തന്നെ അതിനകത്ത് കൊടുത്തേക്കുന്നത്. അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഫാബ്രിക്, സെയിം മാച്ചബിൾ ഫാബ്രിക്കാണ് നമ്മൾ കർട്ടനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന TV യൂണിറ്റ് 180 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വിഡ്ത്ത്. നമുക്ക് ഇതിനകത്ത് 55 ഇഞ്ച് to 65 ഇഞ്ച് TV വരെ നമുക്ക് ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ഇതും നമ്മൾ ഇതുമായിട്ട് കംപ്ലീറ്റ് മാച്ച് ചെയ്യുന്ന ഒരു ഫിനിഷ്, വൈറ്റ് ആൻഡ് ടീക്ക് ഫിനിഷാണ്. അതിനകത്തൊരു 4 ഡ്രോയേഴ്സ് ഉണ്ട്. ഇതിൻ്റെ നേരെ തന്നെ ഡൈനിങ് റൂം ആയതുകൊണ്ട് ഞങ്ങൾ ലിവിങ്ങും ഡൈനിങ്ങിനും വേണ്ടി ഒരു പാർട്ടീഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ എല്ലായിടത്തും ജിപ്സം ബോർഡൊക്കെ ആണല്ലോ കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് അതിന് വേണ്ടി നമ്മളിവിടെ ഇൻറ്റീരിയറിന് ഉപയോഗിച്ച സെയിം വുഡൻ ലാമിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ സീലിങ്ങും കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിച്ച് ഞങ്ങൾ പെയിൻറ്റ് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ റോയൽ ഗ്ലിറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാഷബിളാണ്, ഒരു ലെതർ ഫിനിഷാണ് ഇതിനകത്ത് വരുന്നത്. അതേപോലെ ഇതിപ്പോൾ നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ഡൈനിങ് റൂമാണ്. ഇതൊരു മാർബിൾ ഫിനിഷാണ്. അതുപോലെ ചെയർ വന്നിട്ട് ഫാബ്രിക്കാണ്, വളരെ സോഫ്റ്റ് ഫാബ്രിക്കാണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് വുഡൻ ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ ഇതിനകത്തൊരു ക്രോക്കറി ഷെൽഫ് ഈ ഡൈനിങ്ങിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇത് 2 സ്റ്റോറേജ് ആണ്. അതുകൂടാതെ ഇതിനകത്തൊരു ഡ്രോയേഴ്സ് ഉണ്ട്. 2 ഡ്രോയേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഗസ്റ്റ് ബെഡ്റൂമാണ്. ക്യൂൻ സൈസ് ബെഡാണ്. അതിൽ തന്നെ ഈ ക്യൂൻ സൈസ് ബെഡിൽ തന്നെ നമ്മൾ 2 സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇതാണ് ഒരു സ്റ്റോറേജ്, സെക്കൻഡ് സ്റ്റോറേജ് ഇതാണ്. ഇതിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഹെഡ് ബോർഡും നമ്മൾ ഫാബ്രിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സെപ്പറേറ്റ് ആണ്. ഈ ബെഡും സെപ്പറേറ്റ് ആണ്, ഈ ഒരു ഫിക്സും സെപ്പറേറ്റ് ആണ്. സോ ദാറ്റ് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മാട്രസ് ഒരു 8 ഇഞ്ച് മാട്രസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പ്രിംഗ് മാട്രസാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നല്ലൊരു ആക്ഷനൊക്കെ ഉള്ളതാണ്, നല്ലൊരു ഫിക്സിങ്, നല്ലൊരു ആക്ഷനൊക്കെ ഉണ്ട്. അതുപോലെ ഇതിനൊരു 10 ഇയർ വാറണ്ടി ഉണ്ട് ഈ മാട്രസിന്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങനെയൊന്നും ചീത്തയായി പോകത്തൊന്നുമില്ല. കൂടാതെ നമ്മുടെ ഇതിൻ്റെ കൂടെ സൈഡ് ടേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ 2 ഡ്രോയേഴ്സാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. സെയിം ലാമിനേഷനാണ്. പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഇൻറ്റീരിയർ ലാമിനേറ്റ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വാർഡ്രോബും നമ്മുടെ ബെഡിൻ്റെ ലാമിനേഷനും അതേപോലെ സൈഡ് ടേബിൾ ലാമിനേഷനും എല്ലാം ഒരേ കളർ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. കൂടാതെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന വാർഡ്രോബും സെയിം ലാമിനേഷനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതിനകത്തൊരു ഈ 2 വിൻഡോയുടെ ഇടയ്ക്ക് ചെറിയൊരു സ്പേസ് ഉണ്ടായതുകൊണ്ട് അവിടെ ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തു. അത് കൂടാതെ 2 സൈഡ് വിൻഡോ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഒരു സിബ്ര ബ്ലൈൻഡ്സ് ഡ്യുവൽ കളേഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം നമുക്ക് ലൈറ്റ് പാസ് ചെയ്യുന്നതായിരിക്കാം. അതുപോലെ മൊത്തത്തിൽ ഫുള്ള് മേലോട്ട് ആക്കുവാണെങ്കിലും നമുക്ക് ആക്കുകയും ചെയ്യാം. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഈ റൂം വലുതായതുകൊണ്ട് നമ്മൾ ബെഡിൻ്റെ സൈസും കിങ് സൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ നേരത്തെ കണ്ടത് ക്യൂൻ സൈസാണ്, കിങ് സൈസ് ബെഡാണ്. അതിലും നമ്മൾ 2 സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ബെഡ്ഷീറ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. 2 ഡ്രോയേഴ്സാണ് ഇതിനകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു വാൾ ലെഡ്ജും കൊടുത്തിട്ടുണ്ട്. ആ ലെഡ്ജസിൻ്റെ ഫോൾഡിങ് ലെഡ്ജാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ താഴോട്ട് കൊണ്ടുപോകാം. ആവശ്യമുള്ള സമയത്ത് മാത്രം നമുക്ക് മേലോട്ട് ജസ്റ്റ് ഫിക്സ് ചെയ്താൽ മാത്രം മതി. ഇതിനകത്ത് ഒരു ഡൈനിങ് വാഷ് കൗണ്ടർ, നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് ഈ സൈഡിലോട്ട് ഈ കിഡ് ബെഡ്റൂമിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഡൈനിങ് വാഷ് കൗണ്ടർ ഉള്ളത്. അവിടെ നമ്മളൊരു മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 2 ഷട്ടർ സ്റ്റോറേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇതിപ്പോൾ ഡൈനിങ് വാഷ് കൗണ്ടർ ആയതുകൊണ്ട് ഇതിനകത്തുള്ള ഇഞ്ചസൊക്കെ നമ്മൾ പ്യുവർ SS സ്റ്റീൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. മോയ്സ്ചറിൻ്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞാലും കംപ്ലയിൻറ്റ്സ് വരാത്ത രീതിയിൽ തന്നെയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ സ്റ്റോറേജ് ഉണ്ട്. ഓപ്പൺ സ്റ്റോറേജിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ക്ലോത്തും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് വെക്കുകയും ചെയ്യാം. ഇത് കിഡ്സ് ബെഡ്റൂമാണ്. ഇതിനകത്തും നമ്മളൊരു ക്യൂൻ സൈസ് ബെഡാണ് കൊടുത്തേക്കുന്നത്. അത് ബ്രൗൺ തീമാണ്. അതിൻ്റെ ഹെഡ് ബോർഡ് ഒരു ബ്രൗൺ ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിലും നമ്മൾ ഒരു 2 സൈഡ് ഡ്രോയറും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അവർക്കൊരു സ്റ്റഡി ടേബിളും അവരുടെ ബുക്സ് വെക്കാനായിട്ടുള്ളൊരു ചെറിയൊരു ഷെൽഫും അതിനകത്ത് 2 ഷട്ടേഴ്സും ഉണ്ട്. അതുകൂടാതെ 2 ഓപ്പൺ ഷെൽഫും ഉണ്ട്.
കൂടാതെ ഇതിനകത്ത് 3 ഡ്രോയേഴ്സ് ആണ് ഈ ഒരു ടേബിളിനകത്ത് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ബുക്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടെ വെക്കാനായിട്ടുള്ള സ്റ്റോറേജാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സ്പേസ് ഇത്തിരി പ്രശ്നമായതുകൊണ്ട് നമ്മളൊരു മിററും ആക്ച്വലി കൊടുത്തേക്കുന്ന ഒരു സ്ലൈഡിങ് മിററാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് എല്ലാം അതിനകത്ത് ഇതിൽ തന്നെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു സ്മോൾ ഡ്രോയറും ഉണ്ട്. അത്യാവശ്യം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വാർഡ്രോബ് നമ്മൾ ഇതിൻ്റെ ഈ കിഡ്സ് റൂമിൻ്റെ എൻട്രൻസിൻ്റെ സൈഡിലാണ് വരുന്നത്. ഇതിൻ്റെയും സെയിം ലാമിനേഷനാണ് നമ്മൾ ഈ റൂമിലൊക്കെ എല്ലാ ബെഡും വാർഡ്രോബും എല്ലാത്തിനും ലാമിനേഷൻ സെയിം കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ അതിനകത്തൊരു ലോഫ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ ഒരു ലോഫ്റ്റ് നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കിച്ചണിൻ്റെ സ്പേസിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ കിച്ചണിനകത്ത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ കിച്ചണിൻ്റെ ഡിസൈനും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തേക്കുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് വർക്ക് ഏരിയ ആണ്. 2 സിങ്ക് ഉണ്ട്. ഇത് മെയിൻ സിങ്കാണ്, ഇത് സെക്കൻഡ് സിങ്കാണ്. ഈ സിങ്ക് കൂടാതെ ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കഴുകുന്ന പ്ലേറ്റ്സ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ എല്ലാം വെക്കാൻ പറ്റും. കഴുകുന്ന പ്ലേറ്റ്സ് എല്ലാം അത്യാവശ്യം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഡ്രൈ ആയിക്കോളും. അതേപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഹാൻഡിൽ പ്രൊഫൈൽ ഹാൻഡിൽ കൊടുത്തേക്കുന്നത്. ബാക്കിയെല്ലാം കുറച്ചും കൂടെ ലെങ്തി സ്റ്റോറേജ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വാഷിംഗ് മെഷീൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഈ സൈഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഒരു സ്റ്റോറേജ് നമ്മൾ ഇതിന്റെ ഇൻസൈഡിൽ നിന്നാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ വരുന്ന ഒരു സ്റ്റോറേജ് നമ്മൾ അകത്തു നിന്നാണ് കൊടുത്തേക്കുന്നത്. സോ ദാറ്റ് നമുക്ക് ഈ ഒരു സ്പേസും ഇവിടെ വെച്ച് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇവിടെ നമുക്ക് ഒരു സ്റ്റോറേജ് ഉണ്ട്. 2 സ്റ്റോറേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിപ്പോൾ നമ്മുടെ മെയിൻ കിച്ചണാണ്. കിച്ചണിൽ തന്നെ നമ്മളിപ്പം ഇവിടെ ഈ ഒരു സൈഡിൽ ഈ സിങ്കിൻ്റെ താഴെയും ബാസ്ക്കറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് ആ സിങ്കിൻ്റെ മാക്സിമം സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. കൂടാതെ ഈ സിങ്കിൻ്റെ ബൗൾ ഇങ്ങനെ താന്നിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ തന്നെ ഡിസൈനുള്ള ഒരു ബാസ്ക്കറ്റാണ് ഇതിനകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഇത് ക്ലോസ് ചെയ്യുന്നതുകൊണ്ടും ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരത്തൂല. സോഫ്റ്റ് ക്ലോസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ സിങ്കിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മൾ വേറൊരു അഡീഷണൽ സ്റ്റോറേജാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ മാക്സിമം സ്പേസ് ഇതിനകത്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല സിങ്കിൻ്റെ താഴെ വരുന്ന ബാസ്ക്കറ്റ് ഡ്രോയർ ആയതുകൊണ്ട് നമ്മളിവിടെ ഒരു എയർ സർക്കുലേഷന് വേണ്ടി വെൻറ്റും കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ സിങ്ക് ഉപയോഗിക്കുമ്പോൾ മോയ്സ്ചറും കണ്ടന്റ് കൂടുതൽ വരുമ്പോഴത്തേക്ക് വാട്ടറിൻ്റെ ഇഷ്യൂ വരും, സ്മെല്ല് വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വെൻറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ ഇതിനകത്തൊരു വിക്കർ ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഓനിയനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ഇട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ ഇതാണ് നമ്മുടെ ഈ ഒരു വേസ്റ്റ് ബിൻ സ്റ്റോറേജ്. ഈ വേസ്റ്റ് ബിൻ നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് 2 പാർട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഏത് രീതിയിലും നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. അത് കൂടാതെ നമ്മുടെ ഈ സൈഡാണ് നമ്മുടെ ഹുഡും ഹോബും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ബോഷ് എന്നൊരു ബ്രാൻഡാണ്. ഇതൊരു 75 സെൻറ്റിമീറ്റർ ബ്രാസിൻ്റെ മെഷീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മളൊരു കട്ട്ലറി ട്രേ ഉണ്ട്. സോ ദാറ്റ് നമുക്ക് ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ എല്ലാം എടുത്ത് പെട്ടെന്ന് ഉപയോഗിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അത് മാത്രമല്ല അതിൻ്റെ തൊട്ട് താഴെ നമുക്കൊരു അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിനകത്ത് ഒരു സൈഡ് ഓയിൽ പുൾ ഔട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ വേറൊരു ബെനിഫിറ്റും ഉണ്ട്. ഇതിനകത്ത് ഞങ്ങളൊരു പ്രൊഫൈൽ ലൈറ്റ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് കാണാൻ പറ്റും. കൂടാതെ നമുക്ക് മുകളിൽ ലൈറ്റ് ഇല്ലെങ്കിൽ തന്നെയും ഈ ലൈറ്റ് മാത്രം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും. ബിഗ് സ്റ്റോറേജ് ആണ് പ്രൊവൈഡ്. ഡ്രോയർ മാക്സിമം അവോയ്ഡ് ചെയ്ത്, കാരണം നമ്മൾ ഈ അറ്റം മുതൽ ഇവിടം വരെ ഫുൾ ഡ്രോയർ കൊടുത്ത് ഈ ഭാഗത്തും ഡ്രോയർ കൊടുത്തുകൊണ്ട് ഇങ്ങോട്ടും നമ്മൾ നോർമൽ സ്റ്റോറേജ് ആണ്. കൂടുതലും വലിയ പ്ലേറ്റ്സും ബാസ്ക്കറ്റ്സും വെക്കാൻ വേണ്ടിയാണ് കൂടുതലും ഈ സ്പേസ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതുപോലെ ഈ കുക്കിങ്ങിൻ്റെ ഈ കോർണറിൽ നമ്മളൊരു ഓപ്പൺ ഷെൽഫാണ് കൊടുത്തേക്കുന്നത്. ഓപ്പൺ ഷെൽഫ്. സോ ദാറ്റ് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ പൗഡേഴ്സ് എല്ലാം പെട്ടെന്ന് എടുക്കുകയും തിരിച്ച് വെക്കാനും കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഷട്ടർ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നമുക്ക് മിക്സി അങ്ങനെയുള്ള മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. സാർ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഫ്ലാറ്റ് യൂസ്ഡ് ആയി വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് 10 days ആയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം യൂസ്ഡ് ആയി വരുന്നുണ്ട്. വർക്കെല്ലാം ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ വെച്ചാൽ നമ്മൾ എല്ലാ സ്പേസും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ എക്സ്ട്രാ സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് വർക്ക് തന്നപ്പോൾ ഞാൻ ഇത്രയും ഇമാജിൻ ചെയ്തില്ല എനിക്ക് ഇത്രയും സ്പേസ് കിട്ടുമെന്നുള്ളതും യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഓൾമോസ്റ്റ് ഇത്രയും സ്പേസ് ഉണ്ടെങ്കിൽ ഇത് കൺജസ്റ്റഡ് അല്ല. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സൊക്കെ വന്ന് നോക്കി
they are highly satisfied. ഓക്കെ സാർ, ഇപ്പം കിച്ചണൊക്കെ എങ്ങനെയാണ് സാർ ഉപയോഗിക്കാനും മാഡത്തിനൊക്കെ ഉപയോഗിക്കാനും? അതെ അതെ, അത് നല്ല കംഫർട്ടബിൾ ആണ്. അത് എസ്പെഷ്യലി ആ ട്രോളീസൊക്കെ നല്ല സ്മൂത്ത് ക്ലോസിങ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ സ്പേസ് ആണെങ്കിലും ബാക്കി ഓവൻ്റെ സ്പേസ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം അതുണ്ട്. ഇല്ല ഒരു പ്രോബ്ലം ഇല്ല, എല്ലാം ഒരു പ്രോബ്ലം, നല്ല ഹാൻഡിയാണ് എല്ലാം നമുക്ക്. പിന്നെ ആ റോളിംഗ് ഷട്ടറും അതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അതെ. പിന്നെ വേറെ എന്തൊക്കെയായി സാർ? ഞങ്ങളിപ്പം സാർ ഞങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിച്ചല്ലോ, അപ്പം സാർ വർക്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം സാർ തിരിച്ച് UAE പോവുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് സാർ ഞങ്ങൾ ആംസന്റെ ബാക്കിയുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ അപ് ടു ഡേറ്റ് ആയി, നിങ്ങളുടെ ഓരോ വർക്കും എന്നെ അപ് ടു ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഓരോ സജഷൻസും നിങ്ങളത് കേട്ട് നിങ്ങളത് ഞാൻ മോഡിഫൈ ചെയ്തു, ഇൻ കേസ് ഉണ്ടെങ്കിൽ മോഡിഫൈ ചെയ്ത് തന്നു. അതൊക്കെയാണ്. എനിക്ക് നിങ്ങളെ ഈസിയായിട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻ കേസ് ഞാൻ അവിടെ ആണെങ്കിലും എനിക്ക് നിങ്ങളുടെ ഇവിടെ വർക്ക് ഈ ഒരു ടെൻഷനും ഇല്ലായിരുന്നു. വർക്കിനെ പറ്റി എനിക്കൊരു ഐ വാസ് നോട്ട് ബോതർഡ് അബൌട്ട് ദ വർക്ക്. അത് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യായിരുന്നു. പിന്നെ once in a month വീഡിയോ കോള് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും സാർ ഞങ്ങൾക്കും അതേപോലെ തന്നെ ആയിരുന്നു. ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരുന്നു. കാരണം നമുക്ക് ഓരോ ഡിസൈൻ സാറിന് ഞങ്ങൾ ക്ലയൻറ്റ് സാറിനോട് വിളിച്ച് സംസാരിക്കും, പെട്ടെന്ന് ഞങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടുമായിരുന്നു. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. അതെ, എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഓക്കെ, മനോജ് പറയുന്നത് വൺസ് ഇൻ എ മന്ത് എങ്കിലും അതൊന്ന് ഉപയോഗിക്കാന്നുള്ളത് അതേ ഉള്ളൂ. അപ്പം അതായിരുന്നു എൻ്റെ ഒരു ഡൗട്ട്. ഞങ്ങളിപ്പം അങ്ങ് പോയി കഴിഞ്ഞാൽ 1 year കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം ഇൻ ബിറ്റ്വീൻ ഒരു മെയിൻ്റനൻസിൻ്റെ ആവശ്യമുണ്ട്, ഫ്രഷപ്പ് വേണം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. സാറിന്റെ എല്ലാവിധ ഹെൽപ്പും ഞങ്ങൾക്ക് വേണം. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് സാറിനും ഉണ്ടാവും. ഞങ്ങൾക്ക് ആംസൺ ലൈഫ് എന്നൊരു പാർട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ എൻ്റെ ഷിഫേനെ ഞാൻ വിളിക്കാം. സാറിന് നമ്മുടെ ഡിസൈൻസ് വർക്കൊക്കെ ഇഷ്ടപ്പെട്ടതിൽ വളരെ സന്തോഷം. ഓക്കെ സർ, ഫാമിലിയൊക്കെ എന്ത് പറയുന്നത്? എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവരും ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് വർക്ക്. നമ്മൾ ഫാമിലി ആണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് കണ്ടു. അപ്പം അവർ ചോദിച്ചത് ആരുടെയാണെന്നുള്ളത്. അപ്പം എനിക്ക് ഓപ്പണായിട്ട് സ്ട്രോങ് ആയിട്ടും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഹൈലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആംസൺ ഇൻറ്റീരിയേഴ്സിന്. താങ്ക് യു സർ. ആക്ച്വലി നമുക്ക് ഇപ്പോൾ സാറിൻ്റെ നമ്മുടെ വർക്ക് കഴിഞ്ഞല്ലോ, നമുക്ക് അതിന് ശേഷം ഒരു ആഫ്റ്റർ സർവീസ് ഉണ്ട്. അതായത് നമുക്കൊരു 1 year സാറിന് ഇപ്പോൾ നമ്മുടെ വർക്ക് റിലേറ്റഡ് എന്ത് മെയിൻ്റനൻസ് സർവീസ് സാറിന് ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ ടീം സാറിന് എപ്പോൾ വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമുക്ക് സാർ റീച്ച് ഔട്ട് ആയിരിക്കും എപ്പോഴാണെങ്കിലും. സാർ അതിനുശേഷം ഈ ആംസൺ ലൈഫിൽ തന്നെ ഈ ഒരു 1 yearന് ശേഷമാണെങ്കിലും ലൈഫ് ലോങ് സാറിന് എന്ത് സർവീസ് ഞങ്ങളുടെ നിന്ന് വേണമെങ്കിലും സാർ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. വി ആർ റെഡി ടു സർവ്. ഓക്കെ, താങ്ക് യു.